Hello my dear friends, welcome to our channel kannurs kitchen. ഞാൻ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഈ കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് പല വിധത്തിലുള്ള റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നറിയാം. ആൺകുട്ടികളൊക്കെ ഇപ്പോൾ കുക്കിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നറിയാം. അത് വളരെ നല്ല കാര്യമാണ്. അവർക്ക് തന്നെയാണ് അതിനെ കൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നത്. കാരണം പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒന്നും വെക്കാനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന്. ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ ഒട്ടും തന്നെ കുറവില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ സാമ്പാറിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. സാമ്പാർ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് തുവരപ്പരിപ്പ് നല്ലപോലെ കഴുകിയിട്ടൊന്ന് കുതിർത്തിടണം. കഴുകി കഴിഞ്ഞു. ഇനി നമുക്കിത് കുതിർത്തിടാം. ഒരു 20 മിനിറ്റ് കുതിർക്കണം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തിടണം. ഒരു 15 മിനിറ്റ് കുതിർത്തിടുമ്പോഴത്തേക്കും നന്നായിട്ട് അത് കുതിർന്ന് കിട്ടും. 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിയിട്ട് ഒരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് ഇതിന്റെ അടപ്പിട്ടിട്ട് ഞാൻ സ്റ്റവ് ഓൺ ചെയ്യട്ടെ. നമുക്ക് 2 വിസിലാണ് വേണ്ടത്. 2 വിസിൽ വന്നു. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. അതിനുശേഷം ഇതിന്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്കിത് തുറക്കാം. പ്രഷർ പോയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ പച്ചക്കറികൾ ചേർത്തിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ പച്ചക്കറികളാണെന്ന് പറയാം. ഇവിടെ ഒരു മുരിങ്ങക്കായ, ഒരു 4 വെണ്ടക്ക ഇതുപോലെ കട്ട് ചെയ്തത്, ഒരു 15 ചെറിയുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ്, ഒരു തക്കാളി, ഒരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഈ വെജിറ്റബിൾസ് ആദ്യം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി 1-2 കൂടെ ചേർക്കാനുണ്ട്. അത് ആദ്യത്തേത് ഒരു വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്തു. പിന്നീട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തു. പിന്നീട് ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയതാണ്. ഇത്രയും കൂടെ നമുക്ക് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാനുള്ളത് സാമ്പാർ പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ അടപ്പിട്ടിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇനി ഒരു വിസിലാണ് വേണ്ടത്. അപ്പോൾ പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാനിത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ ഒരു പാൻ വെക്കുവാണ്. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ വറുത്തെടുക്കാനുണ്ട്. ഇത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 പിഞ്ച് ഉലുവപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. അപ്പോൾ ഇത് ഒന്നിച്ചിടരുത്. ആദ്യം നമുക്ക് മല്ലിപ്പൊടി മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. പാൻ ചൂടായിട്ട് ആദ്യം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. മല്ലിപ്പൊടി 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലുമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം മല്ലിപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് കൂടെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. മസാല നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ 1 വിസിലിന് ശേഷം ഞാൻ പ്രഷർ കുക്കർ ഇവിടെ വെച്ചിട്ടാണുള്ളത്. ഇതിൻ്റെ മുഴുവൻ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വല്ലാതെ വെന്ത് പോകും. ഇതിൻ്റെ പ്രഷർ ഇത്തിരി ഇപ്പോൾ കളഞ്ഞതിന് ശേഷം നമുക്കവിടെ വെക്കാം. ഇനി പകുതി പ്രഷർ മാത്രമേ ബാക്കിയുള്ളൂ. പകുതി പ്രഷർ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. പ്രഷർ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി നല്ലപോലെ ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമ്മുടെ പുളിയൊക്കെ നോക്കി കുറവാണെന്ന് തോന്നുമ്പോൾ ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു കൈവച്ച് ഒഴിച്ചു കൊടുക്കാം. പകുതിയോളം ഞാൻ ചേർത്ത് കഴിഞ്ഞു. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ 3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ഇതിന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാന് അടുപ്പിലോട്ട് വെക്കാം.
പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. അതിലേക്ക് ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് അത് ചേർക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് നമുക്ക് കട്ട് ചെയ്തിടാം. പിന്നീട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാണ്. അതിന് ശേഷം നമുക്ക് സാമ്പാറിലോട്ടേക്ക് ഈ താളിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. താളിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ ഫ്ലേവേഴ്സ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താളിച്ചതിൻ്റെ. പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം ഉപ്പ് ചേർത്തതാണ്. അതിന് ശേഷം പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അതുപോലെ പുളിവെള്ളം ആ പകുതി മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പകുതി പുളിവെള്ളം ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ തന്നെ ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി 5 മിനിറ്റിന് ശേഷം മാത്രം ഇത് തുറന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതല്ലേ ഈ സാമ്പാർ. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ഉപയോഗിക്കാം. പിന്നീട് ഇഡലിക്കും ദോശക്കൊക്കെ കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സാമ്പാർ റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.